ഒരു 6 ലക്ഷം കോടി കടമുള്ള ഈ കേരളത്തിനെ മാറ്റാൻ LDFനോ UDFനോ BJPക്കോ ആവില്ല. ആം ആദ്മി കയറിയോ തീർച്ചയായിട്ടും കോടി കടം കുറയ്ക്കാൻ പറ്റും. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 6 മണ്ഡലങ്ങളിൽ നിന്നാണ് അവർ ജനവിധി തേടുന്നത്. നമുക്കിപ്പം ആം ആദ്മി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ദാസ് കൂടി ചേരുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ കേരളം നല്ലത് അർഹിക്കുന്നു എന്ന രീതിയിൽ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് കൃത്യമായൊരു മാറ്റം വരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളിന്ന് ഇപ്പം ഇവിടെ 6 മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് വന്നിട്ടുള്ളത്. 6 മണ്ഡലത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ മത്സരിക്കാൻ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഡോക്ടർ അൽഫോൺസ മാത്യു ടീച്ചറാണ്. ഇവർ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം മത്സരിക്കുന്നു. ഇത് സണ്ണി ജോസഫ് സാറാണ്. അദ്ദേഹം തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇത് ശ്രീ ബാവൻകുട്ടിക്ക, അദ്ദേഹം കൊടുവള്ളി മണ്ഡലത്തിൻ്റെ, അദ്ദേഹം 1 മാസക്കാലം ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടിട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം ആ രീതിയിൽ നിൽക്കുന്നു. ഇത് രഞ്ജിത്ത് മലയിൽ, ഇദ്ദേഹം പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ ഒരു യുവ നേതാവും കൂടിയാണ്. അതുപോലെ 2 പേരും കൂടിയുണ്ട്. അവർ നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൊയിലാണ്ടി മണ്ഡലത്തിൽ മുൻ സംസ്ഥാന ട്രഷററും കൂടിയായിട്ടുള്ള PK മുസ്തഫ, അതുപോലെ ഇദ്ദേഹം അബ്ദുൾ ബാസിദ്, ഇദ്ദേഹം പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 6 പേരെയാണ് ഞങ്ങൾ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുൻ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ ടീച്ചർ നല്ല പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. കാരണം ഒരു 6 ലക്ഷം കോടി കടമുള്ള ഈ കേരളത്തിനെ മാറ്റാൻ LDFനോ UDFനോ BJPക്കോ ആവില്ല. ആം ആദ്മി കയറിയോ തീർച്ചയായിട്ടും കോടി കടം കുറയ്ക്കാൻ പറ്റും. ഈ കോടി കടത്തിന് മന്ത്ലി 21 crores പലിശയായിട്ട് അടയ്ക്കുന്നത്. ഇത് നമുക്ക് മാറ്റണ്ടേ? കേരളം നല്ലത് അർഹിക്കുന്നുണ്ട്. കേരളത്തിലെ ജനതയ്ക്ക് മാറണമെന്നുണ്ട്. അവർക്ക് മാറാനുള്ള ഒരു അവസരമാണ് ആം ആദ്മി ഒരുക്കുന്നത്. ആം ആദ്മി വന്നാൽ എങ്ങനെയായിരിക്കും ആ കടങ്ങളൊക്കെ തീർക്കുന്നത്? പിന്നെ ഡൽഹി കാണിച്ചില്ലേ, പഞ്ചാബ് കാണിച്ചില്ലേ കടങ്ങൾ തീർക്കുന്നത്? ആ കടങ്ങൾ തീർക്കുന്ന കൃത്യമായ ഗുഡ് ഗവേണൻസിലൂടെയൊക്കെ കാണിക്കാം. ബിക്കോസ് ഫൈറ്റ് ഫോർ കറപ്ഷൻ ആൻഡ് ഗുഡ് ഗവേണൻസ്, ഇത് രണ്ടുമാണ് ആം ആദ്മിയുടെ മുദ്രാവാക്യം. ഇതിൽ കൂടെ നിന്നിട്ട് ജനക്ഷേമകരമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ആം ആദ്മി മുന്നോട്ട് പോകും. ഈ കോഴിക്കോട് നോർത്തിൻ്റെ നിയമസഭയിലെ ഉറച്ച ശബ്ദമായിട്ട് നട്ടലെന്ന് പറഞ്ഞ് പറയാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും. ജനങ്ങളോടൊപ്പം 24 മണിക്കൂർ ആവാനും സാധിക്കും. ഡൽഹി മോഡൽ, പഞ്ചാബ് മോഡൽ കേരളത്തിലും വരും എന്നാണോ? തീർച്ചയായിട്ടും. ആം ആദ്മിയെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ആം ആദ്മിക്ക് വോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഡൽഹി മോഡൽ, പഞ്ചാബ് മോഡൽ കേരളത്തിലും വന്നിരിക്കും. ജനങ്ങൾക്ക് സുരക്ഷിതമായി സോഷ്യൽ സെക്യൂരിറ്റി കിട്ടിയിരിക്കും. എന്നാലും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും അതുപോലെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. 6 ഇടങ്ങളിൽ നിന്നാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ അവർ ജനവിധി തേടുന്നത്. നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.